പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടി ഒരു 5 പഴം നെടുകെ കീറി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇനി നമുക്കൊരു കൂട്ട് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ ഒരു ഗ്ലാസ് മൈദയും ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അരിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ എടുത്താലും മതി. ഒരു കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ടാൽ മതി. പക്ഷെ ഞാനിതിപ്പോൾ അതിൽ ഉപയോഗിക്കുന്നില്ല. കുഞ്ഞുങ്ങളൊക്കെ കഴിക്കണതാകുമ്പോൾ നമ്മളതൊക്കെ ഒഴിവാക്കുകയാണ് നല്ലത്. അപ്പോൾ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഏലക്ക പഞ്ചസാര ഇട്ട് പൊടിച്ചത് ഒരു ചെറിയ സ്പൂണ്, 2 ടേബിൾ സ്പൂണ് പഞ്ചസാര. അപ്പോൾ ഇത് മാത്രമേ ഞാൻ ചേർക്കണുള്ളൂ. ഇനി ഇതിൽ വെള്ളം ചേർത്ത് മാവ് ശരിയാക്കി എടുക്കുകയാണ്. നമുക്കിപ്പോൾ ബേക്കിംഗ് സോഡയൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇപ്പോൾ അരിയുടെ അളവ് കുറയ്ക്കാം. അരിപ്പൊടി ചേർക്കുകയാണെങ്കിൽ നല്ല ക്രിപ്സി ആയിട്ട് കിട്ടും. പിന്നെ നമുക്ക് ബേക്കിംഗ് സോഡ ചേർക്കേണ്ട കാര്യമില്ല. കുഞ്ഞു കുട്ടികളൊക്കെയുള്ള ഇതാവുമ്പോൾ നമ്മൾ അവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ കൊടുക്കാണ്ടിരിക്കാനാണ് നോക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ച പലഹാരം അങ്ങനെ കൊടുക്കില്ല. ഗതികെട്ട കൊടുക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ കൊടുത്താൽ അവൻ കഴിക്കും. അല്ലാതെ നമ്മൾ വീട്ടിലങ്ങനെ വാങ്ങി കൊടുക്കണ പരിപാടിയില്ല. കാരണം ഇതൊക്കെ അതിൽ ചേർക്കുന്നു. പിന്നെ അതുപോലെ എണ്ണയൊക്കെ പഴകിയ എണ്ണയൊക്കെ ഉപയോഗിച്ചിട്ടാവും ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവുക. നല്ലതായി ചെയ്യണവരുണ്ട് ഇഷ്ടം പോലെ. അപ്പോൾ നമുക്ക് വിശ്വസിച്ച് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും ഇത് എന്തെങ്കിലും ഒരു പലഹാരമാക്കി വയ്ക്കും ഞാൻ. അപ്പോൾ വേഗം ചെയ്തെടുക്കണം. അവൻ വരുമ്പോൾ അവനെ കാത്ത് ഗേറ്റിൻ്റെ അവിടെ നിൽക്കണം. അതാണ് അവൻ്റെ ഒരു ഇഷ്ടം. അപ്പോൾ അല്ലെങ്കിൽ മുഖം വീർപ്പിക്കും. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. മാവും ആയിട്ടുണ്ട്. നമുക്കപ്പോൾ പഴം ഓരോന്നായിട്ട് മുക്കിയിട്ട് അതിലിട്ട് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി ചൂട്ടോടെ കഴിക്കാൻ ഒരു രസമല്ലേ. പക്ഷെ ഇത് ഞങ്ങൾക്ക് വലിയ നല്ല കാര്യമില്ല കേട്ടോ. ഞങ്ങൾ വയസ്സായവരാണേ. അപ്പോൾ പഴംപൊരി ഞാൻ ആദ്യത്തെ സ്റ്റെപ്പ് ശരിയാക്കിയെടുത്തു. പിന്നെ രണ്ടാമത്തെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതായി വരുമ്പോൾ നമുക്ക് മറിച്ചിടാം. ഓരോന്ന് പൊട്ടിച്ചിട്ടാലും മതി. ഞാൻ മറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാ പഴംപൊരിയും തന്നെ ശരിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുക. കഴിയുന്നതും വീട്ടിൽ തന്നെ ഉണ്ടാക്കി മക്കൾക്ക് കൊടുക്കാൻ ശ്രമിക്കുക. എന്ന് ഞാൻ പറയുന്നത് വലിയ ആധികാരികമായിട്ട് പറയുന്നതൊന്നുമല്ല കേട്ടോ. അപ്പോൾ എനിക്കതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ പറയുന്നു മാത്രം. അപ്പോൾ എന്തായാലും ബേക്കിംഗ് സോഡയൊക്കെ ഉപയോഗിക്കാണ്ട് നോക്കുകയാണ് നല്ലത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.